മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് നടന്നത് ദുരൂഹ ബിസിനസ് ഡീലാണോ? കൊച്ചി സ്റ്റേഡിയം നവീകരണ വിവാദത്തിൽ സ്പോൺസർക്കും അതോടൊപ്പം GCDക്കുമെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഹൈബി ഈഡൻ MP. സ്പോൺസർ കമ്പനിയുമായി GCDക്കുള്ള കരാറിന്റെ പകർപ്പ് ലഭ്യമാക്കണമെന്ന് ഹൈബി ആവശ്യപ്പെട്ടു. ദുരൂഹ ഇടപാട് നടന്നിട്ടുണ്ട്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നവീകരണ പ്രവർത്തനത്തിലുള്ള പങ്ക് എന്താണെന്ന് വ്യക്തമാക്കണം. ഡിസംബറിലെ ISL മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ സ്റ്റേഡിയം സജ്ജമാകുമോ? അർജന്റീന മത്സരം നടക്കാത്ത സാഹചര്യത്തിൽ സ്പോൺസർക്ക് സ്റ്റേഡിയത്തിലുള്ള അവകാശങ്ങൾ നിലനിൽക്കുമോ? ഈ ചോദ്യങ്ങൾ ഉന്നയിച്ച് ഹൈബി ഈഡൻ GCDക്ക് കത്തയച്ചു. എങ്ങനെയാണ് ഈ കരാറിൽ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്? അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ കായിക കേരളത്തിന് വലിയ താല്പര്യമുണ്ട്. ഇത് പറയാനുള്ള കാരണം, ഒരു ഷെയ്ഡി ഡീൽ ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. മെസ്സിയുടെ അർജന്റീനിയൻ ഫുട്ബോൾ ക്ലബിന്റെ ടീം വരുമ്പോൾ ഇതിന് പാലിക്കേണ്ട ഒരു പ്രോട്ടോകോളുകളും പാലിച്ചിട്ടില്ല. ഇതൊരു സ്പോർട്ടിംഗ് ഇവന്റ് എന്നതിനപ്പുറമായി ഒരു ബിസിനസ് ഡീലായി ചില ആളുകൾ കാണാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ സർക്കാരിന്റെ റോൾ എന്താണ് ഇതിൽ? സർക്കാർ എന്താണ് ഇതിൽ ചെയ്തിട്ടുള്ളത്? ഇപ്പോ സ്പോർട്സ് ഫൗണ്ടേഷൻ, കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ ഈ സ്പോൺസറുമായി എന്തെങ്കിലും തരത്തിലുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? എന്താണ് ആ കരാർ? ഇതിന്റെ ഓണർഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വരുന്നു. ഇതിന്റെ മുന്നോട്ട് ഈ മാച്ച് കഴിഞ്ഞാലും അടുത്ത ഘട്ടങ്ങളിലും ഈ സ്റ്റേഡിയത്തില് ഈ സ്പോൺസറുടെ റോൾ എന്താണ്? ഇതെല്ലാം കായിക കേരളം വലിയ കൗതുകത്തോടു കൂടി നോക്കിക്കാണുന്ന ചോദ്യങ്ങളാണ്. ഞാനിപ്പോ ഒരു ചോദ്യാവലി ബഹുമാനപ്പെട്ട GCD ചെയർമാന് നൽകിയിട്ടുണ്ട്. എന്ത് സ്പോർട്സ് എക്സ്പെർട്ടീസാണ്, എന്ത് പ്രാഗൽഭ്യമാണ് ഈ കമ്പനികൾക്ക് ഈ നിർമ്മാണ പദ്ധതികൾ നടത്താനുള്ളത്? വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, മെസ്സി നവംബറിൽ വരും എന്ന് ആദ്യം സ്പോൺസർ പറയുന്നു, പിന്നീട് പറയുന്നു മാർച്ചിൽ വരും. അങ്ങനെ പറഞ്ഞു മലയാളികളെ പറ്റിച്ചൊരു സ്പോൺസർ. മാത്രമല്ല, അതിനിടെ നടന്ന പല ഇടപാടുകളിലും ദുരൂഹത സംശയിക്കണം. പ്രത്യേകിച്ചും കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചില കരാറുകളിൽ അത്തരമൊരു കരാറുണ്ടോ? എന്തടിസ്ഥാനത്തിലുള്ള കരാറാണ്? മാത്രമല്ല, സാധാരണ ഒരു സ്റ്റേഡിയം, പുതിയൊരു സ്റ്റേഡിയം നിർമ്മിക്കാൻ 125 കോടി രൂപ മാത്രം മതി എന്നാണ് പൊതുവെ വിദഗ്ധർ പറയുന്നത്. പക്ഷേ ഇവിടെ കലൂർ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് മാത്രം 70 കോടി രൂപ മുടക്കി, അല്ലെങ്കിൽ താൻ മുടക്കും എന്ന് അവകാശപ്പെടുന്ന സ്പോൺസർ. അങ്ങനെ ഹൈബി ഈഡൻ ഉന്നയിച്ചത് സ്വാഭാവികമായിട്ടുള്ള ചില ചോദ്യങ്ങളാണ്, മലയാളികൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങളാണ്. എന്താണ് ഈ വിഷയത്തിൽ? ഇന്നെന്തായാലും ഉച്ചയ്ക്ക് ശേഷം 2:30 സ്പോൺസർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഹൈബിയുടെ ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്കൊക്കെ കൃത്യമായും മറുപടി നൽകണം. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ഉരുണ്ട് കളിച്ചതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു ഡീലിൽ, കൊച്ചി സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കരാറിൽ ദുരൂഹത സംശയിക്കണോ? ടോം, ഇപ്പോൾ പുറത്തു വരുന്നതും ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ GCDയോ അതുപോലെ സ്പോൺസറോ സർക്കാരോ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഹൈബി ഈഡൻ ആരോപിക്കുന്നത് പോലെ ഇതിലൊരു ഷെയ്ഡി ഡീൽ ഉണ്ട് എന്ന് തന്നെയാണ്. അത്തരം ദുരൂഹമായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഈ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അങ്ങനെയാണ് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 125 കോടി രൂപ മുതൽ മുടക്കിയാൽ ഒരു പുതിയ സ്റ്റേഡിയം തന്നെ, അതായത് ഇന്റർനാഷണൽ ലെവലിൽ ഒരു പുതിയ സ്റ്റേഡിയത്തിന്റെ പണി തീർക്കാമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് 70 കോടി രൂപയാണ് താൻ ഈ സ്റ്റേഡിയത്തിന് വേണ്ടി മുടക്കുന്നത് എന്നുള്ള പ്രഖ്യാപനവുമായി സ്പോൺസർ രംഗത്ത് എത്തിയിരിക്കുന്ന സാഹചര്യം അങ്ങനെ തന്നെയാണ്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഭാഗത്തെ മതിലിന്റെ പണിയോ അതല്ലെങ്കിൽ മരം മുറിച്ചു മാറ്റിയതോ കുറച്ച് മെറ്റൽ നിർത്തിയതോ ആയി പിന്നെ ഫ്ലഡ് ലൈറ്റുകളുടെ പണിയും നടക്കുന്നുണ്ട്. അതായത് സ്റ്റേഡിയത്തിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് അവരുടെ പ്രവേശനമില്ലാത്തത് കൊണ്ട് സീറ്റുകളുടെ അലൈൻമെന്റുകൾ നടക്കുന്നുണ്ട്, മറ്റ് അറേഞ്ച്മെന്റുകൾ നടക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും വ്യക്തമല്ല. എന്നിരുന്നാൽ പോലും സ്റ്റേഡിയത്തിന് പുറത്ത് നടന്നിരിക്കുന്ന പണികൾ അത് ഈ പറഞ്ഞതുപോലെ ഒരു 1-2 ലക്ഷം രൂപയോ അല്ലെങ്കിൽ ആ ഒരു ചെറിയ തുകയ്ക്ക് തീരുന്ന, അല്ലെങ്കിൽ ഒരു 5 ലക്ഷത്തിനകത്ത് കണക്ക് വെക്കാവുന്ന തരത്തിലുള്ള ചെറിയ തുകയ്ക്ക് തീരുന്ന പണികൾ മാത്രമാണ് നിലവിൽ നടന്നിട്ടുള്ളത്.
അത് ഈ ഡിസംബറിൽ ഇതുമായി ബന്ധപ്പെട്ട ISLന്റെ മത്സരങ്ങൾ തുടങ്ങാനിരിക്കെ തന്നെ അവരുമായിട്ട് കരാറുള്ളതുകൊണ്ടും സ്റ്റേഡിയമായിട്ട് കരാറുള്ളതുകൊണ്ടും ഹോം ഗ്രൗണ്ട് ഇവിടുന്ന് മാറ്റാനുള്ള നീക്കത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളൊരു കേൾവി കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കരാർ GCDAക്ക് ഈ ISLുമായി കരാറുള്ള ഒരു സാഹചര്യത്തിൽ അതിനും മറുപടി പറയേണ്ടുന്ന ഒരു വലിയ സാഹചര്യം അങ്ങോട്ട് നിലനിൽക്കുന്നുമുണ്ട്. എന്നിരുന്നാലും ഈ ഹൈവേയുടെ മുന്നോട്ട് വെച്ചതുപോലെ എന്താണ് കരാറിലുള്ളത്, കരാറിന്റെ വിശദാംശങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് ഈ കരാറിന്റെ വിശദാംശങ്ങൾ ഇവർ GCDA ആയാലും സർക്കാരായാലും സ്പോൺസർ ആയാലും അതിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കാത്ത സാഹചര്യം എന്താണ്? ഇത്തരം നിരവധി ചോദ്യങ്ങളുണ്ട്. ഇനി മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട സ്പോൺസർക്ക് സ്റ്റേഡിയത്തിന്റെ അവകാശം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം അത്തരത്തിൽ സ്റ്റേഡിയത്തിൽ അവകാശം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ മത്സരത്തിൽ അതായത് അർജന്റീനിയൻ ടീം, അതായത് മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനിയൻ ടീം വരില്ല എന്നൊരു സാഹചര്യത്തിൽ മറ്റു മത്സരങ്ങൾ നടത്താനുള്ള റൈറ്റ് ഈ സ്പോൺസർക്കുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം ഒരു അവകാശവാദം കൂടി സ്പോൺസർ ഉന്നയിച്ചിരുന്ന സാഹചര്യത്തിൽ GCDA ചെയർമാൻ അത് കഴിഞ്ഞ ദിവസം നിഷേധിച്ചിരുന്നു. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റു മത്സരങ്ങൾ ഇപ്പം മാർച്ചിൽ മെസ്സിയെ കൊണ്ടുവരും അല്ലെ മെസ്സി വരുമെന്ന് വീണ്ടും സ്പോൺസർ അവകാശപ്പെടുന്നുണ്ട്. അതുവരെയുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ്, ഏത് തരത്തിലാണ് സ്റ്റേഡിയം നവീകരിക്കുന്നത്, അതിന് എത്ര രൂപ ചെലവുണ്ട്, അത് എത്ര കാലത്തേക്കുള്ള കരാറാണ്, ഇതെങ്ങനെയാണ്, ഹൈബിയുടെ ചോദിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്പോർട്സ് ഇവന്റ് സംഘടിപ്പിച്ചോ ഇത്തരം സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു ടീമിനെ എങ്ങനെയാണ് ഇതിന് സ്പോൺസർഷിപ്പ് ഏൽപ്പിച്ചത്, അതിനുണ്ടായ സാഹചര്യം എന്താണ് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഹൈബിയുടെ MP മുന്നോട്ട് വയ്ക്കുന്നത്. കായിക കേരളത്തിന്റെ സംശയങ്ങളാണ്. ഈ മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഈ ദുരൂഹമായിട്ടുള്ള അതായത് ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങളുണ്ട്. അതിന് എന്തുകൊണ്ടാണ് രേഖകളില്ലാത്തത്? നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്, ഈ സ്പോൺസർ തന്നെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ രേഖകളെ പറ്റി ചോദിച്ചപ്പോഴും അല്ലെങ്കിൽ അതിന്റെ ഡീലിന്റെ വിശദാംശങ്ങളെ പറ്റി ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് മാധ്യമപ്രവർത്തകർക്ക് അല്ലെങ്കിൽ അറിയേണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ വിവരാവകാശം നൽകി അതിന്റെ രേഖകൾ സംഘടിപ്പിക്കൂ എന്നാണ് ഈ സ്പോൺസർ നമ്മളോട് പറഞ്ഞത്. അങ്ങനെയാണ് ഇന്ന് GCDA ചെയർമാനും അതിനകത്ത് വ്യക്തമായിട്ടല്ല മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല എന്ന് വേണം പറയാൻ. എന്നിരുന്നാലും ഒരു 4:30 കൂടി അതുമായി ബന്ധപ്പെട്ട് വാർത്താക്കുറിപ്പ് ഇറക്കും എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അങ്ങനെയാണ്. എന്തായാലും ഹൈബിയുടെ ഉന്നയിച്ച ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടത് സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഫ്ലഡ് ലൈറ്റുകളുടെ പണി പുരോഗമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന അത് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്റ്റേഡിയത്തിന് പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്റ്റേഡിയത്തിന്റെ റൗണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന പണികൾ ഈ പറയുന്നത് 70 കോടിയോ അല്ലെങ്കിൽ 1 കോടിയോ അല്ലെങ്കിൽ 50 ലക്ഷമോ ചിലവാക്കിയോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഇതിന്റെ പേരിൽ, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിൽ, അറ്റകുറ്റപ്പണിയുടെ പേരിൽ ഒരു ആംബിയൻസ് ഉണ്ടാക്കിയെടുക്കുക മാത്രമാണോ ഇതുകൊണ്ടുള്ളത്? അതോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇത്രയും പണം ചിലവാകുന്ന സാഹചര്യം എന്താണ്? ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കായിക മന്ത്രാലയമായാലും GCDA ആയാലും ഈ സ്പോൺസർ ആയാലും മറുപടി. തീർച്ചയായും. അതോടൊപ്പം ഹൈബി ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു ആജ്ഞ. ഈ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് സ്റ്റേഡിയത്തിന്റെ പരിസരത്തുള്ള ചില മരങ്ങൾ മുറിച്ചു മാറ്റിയത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് അത്തരം നടപടി ഉണ്ടായതെന്ന്. യഥാർത്ഥത്തിൽ ഹൈബി ഉന്നയിക്കുന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ? ഈ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണോ സ്റ്റേഡിയത്തിന്റെ പരിസരത്തെ മരങ്ങൾ മുറിച്ചു മാറ്റിയത്? നടപടിക്രമങ്ങൾ പാലിക്കാതെയാണോ എന്ന് തന്നെയാണ് ഹൈബി ചോദിച്ചിട്ടുള്ളത്. അതിനുള്ള ഉത്തരവും നൽകേണ്ടത് GCDA ആണ്, അതുപോലെ സ്പോൺസറാണ്. പക്ഷെ പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അത് ഏത് പ്രദേശത്തെ ആയാലും മരങ്ങൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വനം വകുപ്പിന് അത് ഡിപ്പെൻഡന്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട് ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഒരു ബൈലോ ഉണ്ട്, ഒരു നിയമമുണ്ട്. അതനുസരിച്ച് തന്നെയാണ് ഈ പ്രദേശത്തുള്ള, പ്രത്യേകിച്ചും കോർപ്പറേഷന്റെ പരിധിയിലുള്ള മരങ്ങളാകുമ്പോൾ അതിൻ്റെതായ ഉത്തരവാദിത്വം GCDA കോർപ്പറേഷനും ഒക്കെ ചേർന്ന് വേണം അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ. പ്രത്യേകിച്ച് ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പാലിച്ചിട്ടാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് തന്നെയാണ് ഹൈബിയുടെ MP ആവശ്യപ്പെട്ടിട്ടുള്ളത്. മരങ്ങൾ മുറിച്ചു മാറ്റുകയും അതിനു ചുറ്റും കുറച്ച് മെറ്റൽ നിർത്തുകയും അതുപോലെ ലീസിന്, അതായത് ചില ആളുകൾക്ക് ലീസിന് കൊടുത്തിരിക്കുന്ന സ്ഥലത്താണ് മതിൽ കെട്ടിയിരിക്കുന്നതെന്നൊരു ആരോപണം കൂടിയുണ്ട്. അതായത് കുറച്ച് ഭാഗത്താണ് മതിൽ കെട്ടിയിട്ടുള്ളത്. അത്തരം ചില പണികളല്ലാതെ സ്റ്റേഡിയത്തിൽ എന്ത് നടന്നു, സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് എന്ത് നടന്നു? 125 കോടി ചെലവാക്കി ഒരു പുതിയ സ്റ്റേഡിയം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യത്തിൽ, അതിന്റെ പ്ലാൻ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് 70 കോടി രൂപ, അതും
നിലവിലുള്ള ഒരു സ്റ്റേഡിയത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് അതിനെ ഇന്റർനാഷണൽ സ്റ്റേഡിയമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ, അതല്ലെങ്കിൽ അർജന്റീനിയൻ ടീം പോലെയുള്ള ഒരു ടീമിന് വന്ന് ഇതിലിവിടെ കളിക്കാനുള്ള ഒരു സാഹചര്യം, അവസരം, സ്പേസ് ഒരുക്കുന്നു എന്ന് പറയുമ്പോഴും എങ്ങനെയാണ് 70 കോടിയുടെ കണക്ക് വരുന്നത് എന്നുള്ള കാര്യവും ദുരൂഹതയിലേക്ക് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇതിനൊക്കെ മറുപടി പറഞ്ഞേ പറ്റൂ എന്നുള്ള ഇതിൽ തന്നെയാണ് GCDA ചെയർമാൻ ഹൈബി ഈഡൻ MP ഒരു കത്ത് അയച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതേസമയം അതിനുശേഷം മാധ്യമങ്ങളോട് പ്രത്യേകിച്ച് പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ചതിലൊരു ഷെയ്ഡ് ഡീൽ നടന്നിട്ടുണ്ട്. അതായത് സ്പോർട്ടിംഗ് ഇവന്റ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മറ പറ്റിക്കൊണ്ട് ഇതിനെ ഒരു വലിയ ബിസിനസ് ഡീലാക്കി മാറ്റുകയാണ് എന്നുള്ള കാര്യമാണ്. തീർച്ചയായും അങ്ങനെയെങ്കിൽ അത്തരം ഒരു രഹസ്യ ഡീല് നടന്നിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് വിശദമായി പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല, ഇന്ന് 2:30 അല്പസമയത്തിനകം തന്നെ ഈ സ്പോൺസർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പക്ഷേ GCDAയും സംസ്ഥാന കായിക വകുപ്പും ഈ വിഷയത്തിൽ മറുപടി നൽകണം. GCDAയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം വന്നിട്ടുണ്ടോ? GCDA ചെയർമാനെ നമ്മൾ രാവിലെ മുതൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ടോം. അദ്ദേഹം ആദ്യം നമ്മളോട് പ്രതികരിക്കാമെന്ന് പറഞ്ഞതനുസരിച്ച് നമ്മൾ GCDA പോയിരുന്നതാണ്. അതേസമയം GCDA ചെയർമാൻ വന്ന ശേഷം ഞാനിത് മുഴുവൻ, അതായത് ഇതുവരെ സംഭവിച്ചിട്ടുള്ളതും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ദൂരീകരണവുമായിട്ട് ഞാനൊരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നുണ്ട്. അത് 4:30 വാർത്താക്കുറിപ്പ് നൽകാം. അല്ലാതെ മാധ്യമങ്ങളോട് അദ്ദേഹം നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറല്ല. ഒരുപക്ഷെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയേണ്ടുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണോ, മറുചോദ്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണോ, ഇതൊക്കെ ഭയന്നിട്ടാണോ എന്നുള്ള ഒരു സംശയം കൂടി ബാക്കിയാവുകയാണ്. കാരണം ഇതിനോട് നമ്മൾ പ്രതികരിക്കാൻ ചെന്നപ്പോഴും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കാതിരിക്കുന്ന ആളുമല്ല. അതല്ലെങ്കിൽ നമ്മളൊരു പ്രതികരണവുമായി ചോദിച്ചാൽ അതിനെല്ലാം കൃത്യമായ പ്രതികരണമുള്ള ആൾ തന്നെയാണ് GCDA ചെയർമാൻ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം വാർത്താക്കുറിപ്പ് ഇറക്കുകയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നമുക്ക് 4:30 വാർത്താക്കുറിപ്പ് നമുക്ക് അയക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇതിന് നൽകുന്ന വിശദീകരണം എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടി വരും. ടോം സൂചിപ്പിച്ചതുപോലെ 2:30 മണിക്ക് ഈ സ്പോൺസർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടിയാണോ അതോ കൂടുതൽ ആർഗ്യുമെന്റ് ആണോ ഇതുമായി വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആർഗ്യുമെന്റുമായി അദ്ദേഹം വീണ്ടും രംഗത്തെത്തുകയാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്നിരുന്നാലും മെസ്സി മാർച്ചിൽ വരുമെന്നുള്ള ഒരു നിലപാടിലാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ചപ്പോഴും അദ്ദേഹം ഉറച്ചു നിന്നിരുന്നത്. മെസ്സിയും അർജന്റീനിയൻ ടീമും വരില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഇനി സ്റ്റേഡിയത്തിന്റെ അവസ്ഥ എന്താകും, അല്ലെങ്കിൽ സ്റ്റേഡിയം നവീകരണം തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുമോ, ഏറ്റെടുത്ത നവീകരണം എന്താകും, അതല്ലേ അവിടെയെല്ലാം നമുക്കറിയാം സ്റ്റേഡിയം ഇപ്പോൾ ഇങ്ങനെ പൊളിച്ച് ഇളക്കിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതോ പകുതിക്ക് നിൽക്കുമോ? എന്തായാലും ISL മത്സരങ്ങൾ ഈ ഡിസംബറിൽ 1 മാസം കൂടിയുള്ളൂ ISL മത്സരങ്ങൾ ആരംഭിക്കാൻ. ആ ഒരു സാഹചര്യത്തിൽ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ എന്താവും തുടങ്ങിയ ഒരുപാട് ആശങ്കകളുണ്ട്. അത് കായിക കേരളത്തിന് ആശങ്കയുണ്ട്. എന്തായാലും ഹൈബിയുടെ ഉന്നയിച്ച ചോദ്യങ്ങൾ പ്രസക്തമാണ്. GCDA ഈ വിഷയത്തിൽ എന്തു മറുപടി നൽകും എന്താണ് കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ചും ഈ സ്പോൺസറുടെ പല ഇടപാടുകളും, ഇതിനു മുൻപുള്ള പല ഇടപാടുകളും നമ്മൾ മലയാളികൾ കേട്ടതാണ്, സംശയത്തോടെ കാണേണ്ടതാണ്. കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനു മുൻപ് മുട്ടിൻ മരമുറി കേസുമായി ബന്ധപ്പെട്ടാണ് ഈ സ്പോൺസറുടെ പേര് അന്ന് നമ്മൾ ഉയർന്നു കേട്ടത്. വലിയ രീതിയിലുള്ള കൊള്ള നടന്ന